മിഥുൻ മാനുവൽ എഴുതി സംവിധാനം ചെയ്ത് വിജയ് ബാബു വേണുകുന്നപ്പള്ളിയും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ആട് 3 നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ആട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ റെഫറൻസുകളും മറ്റ് സിനിമകളിലെ റെഫറൻസുകളും ആട് 3 ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നീയായിരുന്നു ഒരു പഞ്ചായത്ത് ലൂക്ക് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. നിന്റെ അനിയൻ കേരള സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന് നോക്കി വയ്ക്കുന്നൊരുത്താണ്. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ പറയുന്നത് സോഷ്യൽ മീഡിയ താരവും ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ഫുക്രുവിനെ കുറിച്ചാണ്. ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന താരം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. അതിനെക്കുറിച്ചാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നത്. ക്യാപ്റ്റൻ ക്ലീറ്റസ് പറയുന്ന ഈ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇത് 2024 ആരംഭിച്ച ഒരു ഫേമസ് തമിഴ് റിയാലിറ്റി ഷോയുടെ പേരാണ്. അതാണ് ധർമ്മജനോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഷാജി പാപ്പൻ തമിഴ്നാട്ടിലെ കോടതിയിൽ വെച്ച് പറയുന്ന ഒരു ഡയലോഗാണിത്. ഇനി എൻ്റെ പേർക്ക് അമ്പലമൊന്നും പണിയരുതെന്ന് പറയണം കേട്ടോ പാപ്പൻ. തമിഴ്നാട്ടിൽ പല നടിമാർക്കും വേണ്ടി അമ്പലം പണിഞ്ഞ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് ഷാജി പാപ്പൻ ഇത് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് നടി ഖുഷ്ബുവിനായി തിരുച്ചിയിൽ അമ്പലം പണിഞ്ഞത്. ഇവിടെ സർദാർ സേവ്യർ വെടിവെച്ചതിന് ശേഷം കൈകൊണ്ട് മുകളിലോട്ടും താഴ്ത്തും ആംഗ്യം കാണിക്കുന്നത് 6-7 എന്ന് പറയുന്നതും കേൾക്കാം. ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ഒരു മീമാണ്. ഒരു ബാസ്കറ്റ്ബോൾ മാച്ചിനിടയിൽ ഒരു പയ്യൻ 6-7 പറയുന്ന വീഡിയോ വൈറലായി. അങ്ങനെയാണ് ഈ ട്രെൻഡ് ഉണ്ടായത്. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അതെ, പ്രശസ്ത റാപ്പറായ വേടൻ്റെ ഒരു പാട്ടിലെ വരികളാണിത്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഗാനത്തിൽ നിന്നെടുത്ത വരികളാണിത്. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ മുളതെറ്റാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി. പി ശശിയുടെ സിനിമയിലെ ഈ ഡയലോഗുകൾ റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതാരുടെ ഡയലോഗിൽ നിന്ന് എടുത്തതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, മണിയാശാൻ്റെ ഡയലോഗുകളാണത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തോൽവിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഡയലോഗാണിത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി കാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായി വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു. ഈ സീൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മലയാള നടനെ ഓർമ്മ വന്നോ? അതെ, ജയനെ. ജയൻ്റെ ശരപഞ്ചർ എന്ന സിനിമയിൽ കുതിരയുമായിട്ടുള്ള സീനിനെയാണ് ഇവിടെ റെഫറൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. മനസ്സിലായോ സാറേ? ഈ പ്രശസ്തമായ ഡയലോഗ് നിങ്ങൾ എവിടെയും കേട്ടതായി ഓർക്കുന്നുണ്ടോ? ജയിലർ സിനിമയിൽ വില്ലൻ വേഷം ചെയ്തപ്പോൾ വിനായകൻ തന്നെ പറഞ്ഞ ഡയലോഗാണിത്. നമുക്കതൊന്ന് കേട്ടുനോക്കാം. സാറേ മനസ്സിലായോ? ആശാനെ അത് ടാറ്റ കൊടുത്തതല്ല, പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാ. ഇത് ചോട്ട മുംബൈ എന്ന സിനിമയിലെ ജഗതിയുടെ ഒരു സീനിൻ്റെ റെഫറൻസാണ്. ടൂറിന് പോകണമെന്ന് കരുതിയോടാ നീ? പോകണ്ട എന്ന് പറഞ്ഞപ്പോ ടാറ്റ ആയി പോയതാണ്.
കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചൊരു സോഡാ സർവത്ത്. ഇത് ഫഹദ് ഫാസിൽ അഭിനയിച്ച ആവേശം എന്ന ചിത്രത്തിലെ ഇലുമിനാറ്റി എന്ന സോങ്ങിൽ നിന്നുള്ള വരികളാണ്. ചിത്രത്തിൽ ആകാശത്ത് നിന്ന് പതിക്കുന്ന അമ്പുകൾക്ക് നേരെ കൈവിടർത്തി നിൽക്കുന്ന ഷാജി പാപ്പനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. ഇതേ സീനുകൾ മറ്റ് 2 സിനിമകളിൽ നമുക്ക് കാണാം. ആദ്യത്തേത് 2014 പുറത്തിറങ്ങിയ ബെൻ ജോൺസൺ നായകനായ ഹെർക്കുലീസ് ചിത്രത്തിലും, രണ്ടാമത്തേത് 2017 പ്രഭാസ് ചിത്രമായ ബാഹുബലി 2ലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും റെഫറൻസുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.